ശക്തമായ പ്രവർത്തനങ്ങളാണ് സമരത്തിനെതിരെ നടക്കുന്നത്. 17-ാം തീയതി ആയിരക്കണക്കിന് ആശമാർ എല്ലാ ജില്ലകളിൽ നിന്ന് 14 ജില്ലകളിൽ നിന്ന് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് അവർ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു. കാരണം ഇനി ഇത് സമരമല്ലാതെ വേറൊരു മാർഗ്ഗമില്ലെന്നുള്ള കാര്യം മനസ്സിലായി. മറ്റൊരു കാര്യം, ഇപ്പോൾ CI2-ൻ്റെ നേതൃത്വത്തിൽ അവർ വളരെ സംഘടിതമായി ആശാവർക്കർമാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭീഷണിയുടെ രൂപത്തിലാണ്. ഓരോ സെൻ്ററുകളിലും ചെന്ന് ആശമാരുടെ പണിമുടക്കിൽ അല്ലെങ്കിൽ സമരത്തിലായിരിക്കുന്ന ആശാവർക്കർമാരുടെ ID നമ്പർ എടുക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു വശത്ത് ഗവൺമെൻറ് ചർച്ചയ്ക്ക് വിളിക്കാതെ തെരുവിലിരുത്തുക, എന്നിട്ട് നിങ്ങൾ ആൾ കുറവാണെന്ന് പറയുക, എന്നിട്ട് ഫീൽഡിൽ ചെന്ന് ഈ ആശമാരെ മുഴുവൻ വിരട്ടുക. വളരെ വ്യത്യസ്തമായൊരു മുഖമാണ് നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെയും അവരുടെ ആളുകൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അത് അങ്ങേയറ്റം അപലപനീയമാണ്. ഒരു തൊഴിലാളി വർഗത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ്റിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഇതെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ആശാവർക്കർമാർ വരും. ഫീൽഡിൽ പോകുന്ന കരിങ്കാലിപ്പണി ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏറാൻമൂളികളായി ഇരുന്നുകൊണ്ട് ആരെങ്കിലും ഫീൽഡിൽ പോകുന്നുണ്ടെങ്കിൽ നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പൊരിവെയിലത്ത് ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇവിടേക്ക് വരുന്നതെന്ന്, എന്തിനാണ് നിങ്ങൾ സമരമുഖത്തേക്ക് പോകുന്നത്? നാട്ടുകാർ ആട്ടിപ്പായിക്കുകയാണ്. അപ്പോൾ അതൊരു പുതിയൊരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളത്, 11 തവണയാണ് കർഷകരുടെ സമരത്തിന് ചർച്ച നടത്തിയത്. 11 തവണ. അതിന് വേണ്ടിയിട്ട് പ്രത്യേക മന്ത്രിമാരടങ്ങുന്ന ഒരു പ്രത്യേക സമിതിയെ രൂപീകരിച്ചുകൊണ്ട് ഓരോ സമയത്തും അവർ ചർച്ച ചെയ്താണ് മുന്നോട്ട് പോയത്, അല്ലാതെ വെറുതെ ചർച്ച ചെയ്യാറുന്നിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഏതൊരു ജനാധിപത്യ ഗവൺമെൻറ് ആണെങ്കിലും മിനിമം സമരക്കാരുമായുടെ ആവലാതികൾ കേൾക്കാൻ, അത് മനസ്സിലാക്കാൻ, അതിനൊരു മറുപടി നൽകാൻ തയ്യാറാകണം. അത് നൽകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയും വൈകരുത്. കാരണം ഇത് പരീക്ഷാ കാലമാണ്. അമ്മമാരാണ് പ്രത്യേകിച്ച് കുട്ടികളെ പഠനകാര്യത്തിൽ കൂടുതലായി ശ്രദ്ധിക്കുന്നത്. ഇത് നൊയമ്പ് കാലമാണ്. അതൊരു വലിയ വിഷയമാണ്. ഇത്രയും കഠിനമായ ചൂട് 33 ദിവസം താണ്ടിയിരിക്കുകയാണ്. ഇനി ഇവിടെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചേ സർക്കാർ കണ്ണു തുറക്കുമെന്ന് പറയരുത്. എല്ലാ ആളുകൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, മഴയും വെയിലും കൊണ്ട്. അതുകൊണ്ട് കാണണം, ഗവൺമെൻറ് മനുഷ്യരെ കാണണം. അതാണ് ഞങ്ങൾക്ക് പറയുന്നത്.